ഭാരതം യൂറോപ്യൻ യൂണിയൻ വ്യാപാര ധാരണയ്ക്കെതിരെ യുഎസ് ട്രഷറർ സെക്രട്ടറി സ്കോട്ട് ബെസ്റ്റന്റ് രംഗത്ത്. വ്യാപാര ധാരണ വിഡ്ഢിത്തം എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ തങ്ങൾക്കെതിരായ യുദ്ധത്തിന് ധനസഹായം ചെയ്യുന്നതിന് തുല്യമാണ് ഭാരതത്തിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെന്നും യുഎസ് ട്രഷറി സെക്രട്ടറി കുറ്റപ്പെടുത്തുന്നു. I will also point out that our virtue-signaling European allies refused to do it because they wanted to sign this big trade deal with India. And just to be clear, let's understand what's happening. Before the Ukraine invasion, approximately 2 or 3% of Indian oil that went into their refineries came from Russia. The oil was sanctioned, it got deeply discounted, and moved up into the high teens. 17, 18, 19% was being refined, huge profits from the refiners. But in the ultimate act of irony and stupidity, guess who was buying the refined products from the Indian oil? From the Indian refineries made from Russian oil? The Europeans. They are financing the war against themselves. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഭാരതം യൂറോപ്യൻ യൂണിയൻ വ്യാപാര ധാരണയ്ക്കെതിരെ യുഎസ് ട്രഷറി സെക്രട്ടറി രംഗത്ത് വരുമ്പോൾ നമുക്കതിനെ എങ്ങനെ കാണാം? സ്വാഭാവികമായും ഇത് ഏതെങ്കിലും തരത്തിലുള്ള അമേരിക്കയുടെ അസഹിഷ്ണുതയുടെ ഫലമായിട്ടാണ് ഇത്തരമൊരു നിലപാട് പുറത്തു വന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും രോഹിണി, അമേരിക്കയുടെ കടുത്ത അസഹിഷ്ണുത തന്നെയാണ് ഭാരത യൂറോപ്യൻ സ്വതന്ത്ര വ്യാപാര കരാറിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നതിൽ നിന്നും ഈ നിലപാടിൽ നിന്നും സ്കോട്ട് ബെസറ്റിൻ്റെ യുഎസ് ട്രഷറി സെക്രട്ടറിയുടെ ഇപ്പോൾ നമ്മൾ കേട്ട നിലപാടിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഏതാണ്ട് 20 വർഷത്തോളമായി ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഇത്തരത്തിലൊരു ധാരണ, അതായത് സ്വതന്ത്ര വ്യാപാര ധാരണ, കോംപ്രിഹെൻസീവ് ട്രേഡ് ട്രീറ്റി എന്ന് ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് ഫ്രീ ട്രേഡ് ട്രീറ്റി എന്ന് ഉദ്ദേശിക്കുന്ന സംവിധാനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒന്നുമില്ലാത്തൊരു പ്രശ്നമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉന്നയിക്കപ്പെടുകയും ചെയ്യുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഈ അധിക താരിഫ് യുദ്ധം നടത്തുന്ന ഒരു നീക്കത്തിനെതിരെ നിരവധി രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ ഒന്നിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇതാണ് ഒരു കളക്റ്റീവായ, അല്ലെങ്കിൽ ഒരു ഗൗരവതരമായ ഒരു കൂട്ടമായ ഒരു പ്രശ്നമായി അമേരിക്ക കാണുന്നത് ഒരു വിഷയം. അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ്, ചൈന, ഭാരതം, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ 27ഓളം രാജ്യങ്ങളും ഒരു സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് ഭാരതവുമായി എത്തുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഭാരതം കൃത്യമായ ഒരു ധാരണ മറ്റു രാജ്യങ്ങളുമായി ഉണ്ടാക്കുന്നു. ഇത്തരത്തിലുള്ള വലിയൊരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ തങ്ങൾക്കെതിരായ ഉപരോധത്തെ കൃത്യമായി അഭിസംബോധന ചെയ്യാനുള്ളൊരു നീക്കം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുമ്പോൾ ഒരു അസഹിഷ്ണുതയോടെയുള്ള പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത്, നേരത്തെ ഇത്തരത്തിൽ ഭാരതം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഭാരതത്തിൽ നിന്നും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% താരിഫ് ചുമത്തണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു. അതിനെ എതിർക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ ചെയ്തത്. അത് അംഗീകരിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അതിന് കാരണം ഇപ്പോൾ സ്കോട്ട് ബെസറ്റ് കൃത്യമായി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ പറയുന്നു, അതിന് കാരണം അവർ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിന് ശ്രമിക്കുന്നു എന്നൊരു പശ്ചാത്തലമായിരുന്നു എന്ന ആദ്യ കുറ്റപ്പെടുത്തൽ വരുന്നു. മറ്റൊരു പ്രധാന വിഷയം വരുന്നത്, റഷ്യയിൽ നിന്നും ഭാരതം എണ്ണ വാങ്ങുമ്പോൾ സ്വാഭാവികമായും റഷ്യയ്ക്ക് വരുമാനമുണ്ടാകുന്നു. ആ എണ്ണ റിഫൈൻ ചെയ്ത് യൂറോപ്യൻ രാജ്യങ്ങൾ വാങ്ങുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, അല്ലെങ്കിൽ എണ്ണ ആവശ്യത്തിനനുസരിച്ച് ഭാരതത്തിൽ നിന്നും എണ്ണ വാങ്ങുമ്പോൾ അത് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത എണ്ണയാവുകയും ആ എണ്ണ ഇറക്കുമതി ചെയ്തതിൻ്റെ ലാഭം യുക്രൈൻ യുദ്ധത്തിന് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ തങ്ങൾക്കെതിരായ, അതായത് യൂറോപ്യൻ യൂണിയനിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ, യുക്രൈനെ യൂറോപ്യൻ യൂണിയനിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നൊരു സാഹചര്യമുണ്ട്. തങ്ങൾക്കെതിരായ ഒരു യുദ്ധത്തിനെ തങ്ങൾ തന്നെ ഫൈനാൻസ് ചെയ്യുന്നു എന്ന ഒരു കടുത്ത ആക്ഷേപവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഇന്ന് വ്യാപാര കരാറിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചർച്ചകളെല്ലാം പൂർത്തിയാവുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് ഈ ഒരു നിലപാടുമായി സ്കോട്ട് ബെസന്റ് രംഗത്ത് വന്നിരിക്കുന്നത്. സ്കോട്ട് ബെസന്റ് പറയുന്നത്, കൃത്യമായും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക സൈനികവും സാമ്പത്തികവുമായ ഒരു അജയ്യമായ ശക്തിയായി തുടരുന്നതിനെ ശക്തമായി എതിർക്കാൻ തക്ക ശേഷിയായി ഭാരതം മുന്നോട്ട് വരുന്നതിനുള്ള അസഹിഷ്ണുത തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.